ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ്. അതിനായിട്ട് ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 മുട്ട, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയിലയും ആ പച്ചമുളക് ഇഞ്ചിയും കൂടെ നമുക്ക് ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഇനി അപ്പോഴത്തേന് ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി അവിടെ ഒരു സവാള കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളക്കരുവ് മാത്രം ഒഴിച്ചു കൊടുക്കും. 3 എണ്ണം പൊട്ടിച്ചൊഴിച്ച്, അതുകൂടാതെ ഒരു മുട്ടയുടെ വെള്ളക്കരുവ്. ഇനി ഇതിലേക്കൊരു ശകലം കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ശകലം കുരുമുളക് പൊടി. നേരത്തെ പച്ചമുളക് മുളക് പൊടിക്ക് ശകലം ഇട്ടാൽ മതി. ഒരു പച്ചമുളക് കൊച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ശകലം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശകലം തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഒരു ശകലം തക്കാളി കൊച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു രീതിയിൽ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബട്ടർ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇട്ടൊന്ന് 2 സൈഡൊന്ന് മൊരിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ബ്രെഡെല്ലാം ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുട്ടയുടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബ്രെഡിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയുടെ തേച്ച് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അരച്ചത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ട്. തിരിച്ചിടാം. അപ്പം നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബാക്കി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.